നീരൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും കുറും പറമ്പിൽ പോയിട്ട് അങ്ങനെ വല്ല ബബ്ലൂസ് നാരങ്ങയോ അല്ലെങ്കിൽ ഫാഷൻ ഫ്രൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നട്ടപ്പാറ് ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, സീസൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്, പക്ഷെ മഞ്ഞ കളറൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ഫാഷൻ ഫ്രൂട്ടൊക്കെ എടുത്തിട്ട് ജ്യൂസ് അടിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. നമ്മളെല്ലാവരും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണല്ലോ അധികം കഴിക്കൽ. അപ്പോൾ ഇതെടുത്തിട്ടൊരു ജ്യൂസ് അടിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ജ്യൂസ് അടിച്ചാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവും ഡൗട്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പുളിപ്പായിരിക്കും. കാരണം ഒരു മഞ്ഞ കളറിലോട് എടുക്കുമ്പോഴാണ് കുറച്ച് പുളിപ്പൊക്കെ ഒന്ന് ഇത്തിരി കുറഞ്ഞിട്ട് ടേസ്റ്റ് ആവുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച കളറായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു, വല്ലതും എവിടെ നിന്നെങ്കിലും പഴുത്തത് കിട്ടുമെന്ന് അറിയാനായിട്ട്. നോക്കുമ്പോൾ നമ്മുടെ ബബ്ലൂസ് നാരങ്ങയുടെ മരം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വെറുതെ ഇരിക്കുമ്പോഴേക്ക് ഇതുപോലെ പൊട്ടിച്ച് കഴിക്കലാണ് എൻ്റെ പണി. പണ്ട് ഞാനിതിങ്ങനെ കിട്ടാൻ വേണ്ടി ഒരുപാട് കൊതിച്ചിട്ടൊക്കെ ഉണ്ട്. വേറെ വീടുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ അവരോടൊക്കെ ചോദിച്ച് മേടിച്ചിട്ടൊക്കെ വന്നിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിപ്പോൾ അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഒരു സെറ്റ് കണ്ടപ്പോൾ ഞാനത് തല്ലി കൊഴിക്കാൻ വേണ്ടിയിട്ട് വടിക്കെടുത്ത് പോയിക്കായിരുന്നു. കുറച്ചെങ്കിലും എടുത്തിട്ട് അതൊക്കെ എടുത്ത് ജ്യൂസ് അടിച്ച് നോക്കാമെന്ന് വെച്ചിട്ട്. പക്ഷേ ഈ കമ്പ് എത്തിയില്ല, ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അത് എത്തിയില്ല. അപ്പോൾ പിന്നെ ആ ശ്രമം ഞാൻ അവിടെ ഉപേക്ഷിച്ചു. കാരണം എന്താ വെച്ചാൽ എത്താണ്ട് എന്നെ കാണിച്ചു വിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. കുട്ടികളോടാണെങ്കിൽ ഇല്ലാത്ത ഐഡിയ പറഞ്ഞു കൊടുത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് വന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരെണ്ണം എൻ്റെ കയ്യിൽ പെട്ടു. അതെനിക്ക് അത്യാവശ്യം ചാടി പൊട്ടിക്കാവുന്ന ദൂരെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ എൻ്റെ പഴയ സ്വഭാവമൊക്കെ പുറത്തെടുത്ത് ഞാൻ ചാടി പൊട്ടിച്ചു. കയ്യിലൊരു ഫോണും ഇതും കൂടി ആയ കാരണം എല്ലാം കൂടി കൂട്ടി പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അസിസ്റ്റൻ്റായിട്ടുള്ള കുക്കിൻ്റെ കയ്യിൽ അത് കൈമാറുകയാണ്. അപ്പോൾ ആദ്യം പൊട്ടിച്ച കുറച്ച് ചള്ളു സാധനങ്ങളൊക്കെ കൊച്ചിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടടാ 4 എണ്ണം വേറെ ഉണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കും, പക്ഷെ നല്ല പഴുത്തതല്ലാതെ മാത്രം. പച്ചെങ്കിൽ പച്ച നല്ല വാശി പിടിച്ച ഫാഷൻ ഫ്രൂട്ടുകളായിരുന്നു. എന്തോരം തല്ലി കൊഴിച്ചിട്ട് തായ്ക്ക് വരുന്നുണ്ടായില്ല. എനിക്ക് ഭ്രാന്ത് പിടിച്ച് ഞാൻ കണ്ടതുണ്ടാകും അടിച്ചു വീഴ്ത്തുണ്ടായത്. അങ്ങനെ ആ 4 എണ്ണം എൻ്റെ കയ്യിൽ കിട്ടി. അതിൻ്റെയാണ് ഈ കാണുന്നത്. കുറച്ചധികം നേരം നിൽക്കേണ്ടി വന്നിട്ട് ഈ 4 എണ്ണം കിട്ടാൻ വേണ്ടി. ഒരെണ്ണം ഇവിടെ വീണ്ടുണ്ടായി, അത് കൊടുത്തു. അപ്പോൾ ഇത്രയും ഫാഷൻ ഫ്രൂട്ടുകളാണ് നമുക്ക് ജ്യൂസ് അടിക്കാൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂടി ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പിളർത്തിയിട്ട്, സാധാരണ എല്ലാവരും ഇങ്ങനെ പിളർത്തിയിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടാണ് കഴിക്കുക. പക്ഷെ ഞാനിത് കുറച്ച് മെനക്കെടാന്ന് വിചാരിച്ചു. ജ്യൂസ് അടിച്ചിട്ട് എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് അറിയണമല്ലോ. സാധാരണ ഞാൻ പഴുത്തതൊക്കെ ജ്യൂസ് അടിക്കാറ്. ഇത് പച്ചയാണ് ഏകദേശം, പക്ഷെ ഉള്ളിൽ ഇത്തിരി ഓറഞ്ച് കളർ ഉണ്ടെങ്കിൽ നല്ല പുളിപ്പുണ്ടായിരിക്കും. കാരണം ഇതിൻ്റെ തൊണ്ട് പച്ച കളറാണല്ലോ. ചിലത് മാത്രം ചെറുതായിട്ടൊരു മഞ്ഞ വീണിട്ടുള്ളൂ. അങ്ങനെ ദേ അത്യാവശ്യം എല്ലാതും പൊളിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി അതൊന്ന് പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് അടിച്ചാൽ മതി. പക്ഷേ എൻ്റെ ഫോൺ എന്നെ ചതിച്ചു. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാനായിട്ട് എൻ്റെ ഫോണിൽ എന്താ പറയുക, ചാർജില്ലാത്ത കാരണം ആ ഒരു ഭാഗം മാത്രം നഷ്ടപ്പെട്ടു. ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യണ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് ഇതിൽ കണ്ടില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.